ഹനീഅൻ ലക്കും, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഈജിപ്ഷ്യൻ കവിയായ ഹാഫിൽ ഇബ്രാഹിം എഴുതിയൊരു കവിതയാണിത്. ദേശീയതയും അതേപോലെ അറിവിനെക്കുറിച്ചും അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു കവിതയാണിത്. ഇത് വലിയൊരു കവിതയാണ്. അതിൽ നിന്നും എടുക്കപ്പെട്ട ഏതാനും വരികൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. വായിച്ചു നോക്കാം. അഹ്ലം ബിനാബിഗത്തിൽ ബിലാദിവ മർഹബ. നാട്ടിലെ പ്രതിഭകളെ നിങ്ങൾക്ക് സ്വാഗതം, പ്രതിഭകൾക്ക് സ്വാഗതം. അതായത് പുതിയൊരു വർഷത്തിൽ ഈജിപ്തിലെ പുതിയ തലമുറയെ അഭിമുഖീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. പുതിയ തലമുറയിലെ പ്രതിഭകളായ ആളുകൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. ജദ്ദത്തുമുൽ അഹദല്ലദീ ഖദ് അഖ്ലഖ. പഴയ കാലഘട്ടത്തെ നിങ്ങൾ പുതുക്കിയിരിക്കുന്നു. ജദ്ദത മീൻസ് പുതുക്കുക. പഴയതായി പോയ, പണ്ട് ഉള്ള നശിച്ചു പോയ കാലഘട്ടത്തെ നിങ്ങൾ പുതുക്കിയിരിക്കുന്നു. അതായത് ഈജിപ്തിലെ ജനങ്ങൾ പുരോഗതി കൈവരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ലാ തൈഅസു അൻ തസ്തരിദ്ദു മജ്ദക്കും. നിങ്ങളുടെ മഹത്വം തിരിച്ചു പിടിക്കുന്നതിൽ നിങ്ങൾ നിരാശരാകരുത്. ലാ തൈഅസു, നിങ്ങൾ നിരാശരാകരുത്. അൻ തസ്തരിദ്ദു മജ്ദക്കും, നിങ്ങളുടെ മഹത്വം തിരിച്ചു പിടിക്കുന്നതിൽ. ഫലറുബ്ബ മഗ്ലൂബിൻ ഹവാ സുമ്മർതഖ. എത്ര പരാജിതർ വീണതിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഈജിപ്ത് നമുക്കറിയാം, പുരാതന കാലഘട്ടത്തിൽ സാംസ്കാരികമായും നാഗരികമായും ഒക്കെ വളരെ ഉന്നതിയിൽ നിന്നിരുന്നൊരു ജനതയാണല്ലേ. അപ്പോൾ അവർ പിൽക്കാലത്ത് ആധുനിക കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലൊക്കെ യൂറോപ്യൻ ശക്തികളുടെയൊക്കെ കീഴിലാവുകയും അങ്ങനെ ഒരു പിന്നോട്ടാവുകയും ചെയ്തു. ആ സമയത്ത് പിന്നീട് അവർ കൊളോണിയൽ ശക്തികളൊക്കെ പോയി ഈജിപ്ഷ്യൻ ജനത ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ആ ഒരു കാര്യമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. മദ്ദത്ത് ലഹുൽ ആമാലു ഫി അഫ്ലാക്കിഹ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഉയർത്തെഴുന്നേറ്റ് വന്നവൻ എന്ത് കൊടുത്തു? പ്രതീക്ഷ അവൻ്റെ അടുക്കലേക്ക് പോയി. മീൻസ് അവൻ്റെ പ്രതീക്ഷയുടെ ലോകത്ത് നിന്നും പ്രതീക്ഷകൾ നീണ്ടു ചെന്നു അവരുടെ അടുക്കലേക്ക്. അതായത് വീണുപോയവർ, പരാജിതരായവർ പ്രതീക്ഷ കൈവിടാതെ പ്രവർത്തിച്ചു. അങ്ങനെ അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്. ഹൈത്തർ റജായി, പ്രതീക്ഷയുടെ കയർ. ഇലൽ ഉലാ ഫതസല്ലഖ, പ്രതീക്ഷയുടെ കയർ പിടിച്ചുകൊണ്ടവർ ഉന്നതിയിലേക്ക് കയറി. തസല്ലഖ മീൻസ് പിടിച്ച് കയറുക. ഉന്നതിയിലേക്ക് പ്രതീക്ഷയുടെ നൂല് പിടിച്ച് കയറി. ഹൈത്ത് മീൻസ് നൂല്, ചെറിയ നൂല് അല്ലേ. പ്രതീക്ഷയുടെ ഒരു നൂല് പിടിച്ചവർ കയറി. അതേപോലെ നിങ്ങളും കയറി വരണം. ഫതജശമൂലിൽ മജ്ദി കുല്ല അലീമത്തിൻ. മജ്ദിന് വേണ്ടി, മഹത്വത്തിന് വേണ്ടി നിങ്ങൾ എല്ലാ പ്രയത്നങ്ങളും നിങ്ങൾ സഹിക്കണം. ഇന്നി റഅയ്തുൽ മജ്ദ സഅബൽ മുർത്തഖ. മജ്ദ്, മഹത്വം എന്നത് കയറി ചെല്ലാൻ പ്രയാസകരമായൊരു, അതായത് കഠിനാധ്വാനത്തിലൂടെ മാത്രം കയറി ചെല്ലാൻ, എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വെറുതെ ഇരുന്നാൽ ആർക്കും മഹത്വത്തിലെത്താൻ കഴിയില്ല. കഠിനമായി പരിശ്രമിക്കണം, എന്നാലേ മഹത്വമുള്ളവരാകൂ. ഫതഅല്ലമു ഫൽ ഇൽമു മിഫ്താഹുൽ ഉല. നിങ്ങൾ പഠിക്കുക. ഇൽമ്, അറിവ്, മിഫ്താഹുൽ ഉല, ഔന്നത്യത്തിൻ്റെ താക്കോലാണ്. ലം യുബ്ഖി ബാബൻ ലിസ്സആദത്തി മുഗ്ലഖ. ഇൽമ് ഒരു വാതിലിനെ, സആദത്തിൻ്റെ ഒരു വാതിലിനെയും അടക്കുകയില്ല. സആദത്ത് മീൻസ് സൗഭാഗ്യം, സന്തോഷം. സന്തോഷത്തിൻ്റെ ഒരു വാതിലിനെയും അറിവ് അടച്ചു കളയുകയില്ല. അറിവുണ്ടെങ്കിൽ നമുക്ക് സന്തോഷകരമായ ജീവിതം ലഭിക്കും. സുമ്മസ്തമിദ്ദു മിൻഹു കുല്ല ഖുവാക്കുമു. പിന്നെ അതിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ എല്ലാ ശക്തിയും ശേഖരിക്കുക. ഇൽമിൽ നിന്നും ആദ്യം ഇൽമ നേടുക, പഠിച്ച് വിവരമുള്ളവരാകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശക്തരാകും. ആ ഇൽമിൽ നിന്നുമാണ് നിങ്ങൾ ശക്തി ശേഖരിക്കേണ്ടത്. ഇന്നൽ ഖവിയ്യ ബികുല്ലി അർളിൻ മുത്തഖ. ശക്തൻ എല്ലാ ഭൂമിയിലും ആദരിക്കപ്പെടുന്നവനാണ്. ശക്തിയുള്ളവർക്ക് സ്ഥാനമുള്ളൂ, വിലയുള്ളൂ, ബഹുമാനമുള്ളൂ. വബ്നു ഹവാലൈ ഹൗലിക്കും മിൻ യഖ്ലത്തിൻ. നിങ്ങളുടെ ഹൗലിന് ചുറ്റും, നിങ്ങളുടെ ജലാശയത്തിന് ചുറ്റും നിങ്ങളൊരു സുവർ പണിയുക. നിങ്ങൾ മതിലുകൾ പണിയുക. അതായത് നിങ്ങളുടെ നാടിന് ചുറ്റും, നിങ്ങളുടെ സ്വദേശത്തിന് ചുറ്റും നിങ്ങൾ മതിൽ പണിയുക. നിങ്ങളുടെ നാടിനെ നിങ്ങൾ സംരക്ഷിക്കുക. മിൻ യഖ്ലത്തിൻ, പിന്നെ എന്താണ്, ജാഗ്രതയോടെ. വഹുത്തു മിൻ ഹദാരിൻ ഖന്ദഖ. അതേപോലെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഖന്ദഖ്, കിടങ്ങുകൾ പണിയുക നിങ്ങളുടെ രാജ്യത്തിന് ചുറ്റും. മീൻസ് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണം. പിന്നെ വസിനുൽ, അപ്പോൾ ഈ കവിതയിൽ ദേശീയതയെക്കുറിച്ചും ഇൽമിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. വസിനുൽ കലാമ വസദ്ദിദൂഹു.
നിങ്ങൾ സംസാരത്തെ തൂക്കി നോക്കുക. വസദ്ദിദുഹു, എന്നിട്ട് അതിനെ നേരെയാക്കുക. മീൻസ് സംസാരിക്കുമ്പോൾ അളന്ന് തൂക്കി മുറിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. പറയുന്നതിന് മുമ്പ് തന്നെ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നേരായ കാര്യങ്ങളും തെളിവുള്ള കാര്യങ്ങളും ശരിയായ കാര്യങ്ങളും സത്യമായ കാര്യങ്ങളും മാത്രമേ പറയാവൂ. ഫഇന്നഹും ഖബഉ ലക്കും ഫീ കുല്ലി ഹർഫിൻ മസ്ലഖ, അവർ നിങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും അപകടങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ, നമ്മുടെ നാടിൻ്റെ ശത്രുക്കൾ, ഖബഉ, അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, ലക്കും, നിങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും. മസ്ലഖ് മീൻസ് വഴുതി പോകുന്ന ഇടങ്ങൾ, മീൻസ് അപകടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. വംശു അലാ ഹദരിൻ, നിങ്ങൾ ശ്രദ്ധയോടെ വേണം നടക്കാൻ. ഫഇന്ന ത്വരീഖക്കും വഅറുൻ, നിങ്ങളുടെ ത്വരീഖ് വഴി, വഅറാണ്. വഅർ മീൻസ് എന്താണ്? ദുർഘടമാണ്, ദുർഘടമായ പാതയാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഫതാഫ ബിഹിൽ ഹലാഖ് വഹല്ലഖ, അവിടെ നാശം പതിയിരിക്കുന്നുണ്ട്, നാശം അതിനെ ചുറ്റി വലയം ചെയ്ത് കിടക്കുന്നുണ്ട്, ചുറ്റി സഞ്ചരിച്ച് കിടക്കുന്നുണ്ട് നിങ്ങളുടെ വഴികളിൽ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കാനും നിങ്ങളുടെ നാടിനെ ഇല്ലാതാക്കാനും നാടിനെ പിന്നോട്ടടിപ്പിക്കാനും ശത്രുക്കൾ തക്കം പാർത്ത് നിൽക്കുകയാണ്. അതിൽ നിങ്ങൾ വഞ്ചിതരാവാതെ പെട്ടുപോകാതെ ശ്രദ്ധയോടെ ഇൽമുള്ളവരായി മുന്നോട്ട് നീങ്ങണം. എന്നാലേ നിങ്ങൾക്കും നമ്മൾക്കും നമ്മുടെ നാടിനും രക്ഷയുള്ളൂ. നസബൂലക്കും ഫീഹിൽ ഫിഖാഹ വ അർസദു, അവർ നിങ്ങളുടെ വഴികളിൽ ഫിഖാഹ്, ട്രാപ്സ്, കെണികൾ ഒരുക്കി വെച്ച് നിരീക്ഷിക്കുകയാണ്. അർസദു മീൻസ് നിരീക്ഷിച്ചു. അവർ കെണികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വഴികളിൽ, എന്നിട്ട് നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. നിങ്ങൾ ആ കെണികളിൽ വീഴുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. ലിസ്സാലിക്കീന ബികുല്ലി ഫജ്ജിൻ മൗബിഖ, ലിസ്സാലിക്കീന, വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് എല്ലാ ഫജ്ജിലും, എല്ലാ മലമ്പാതകളിലും, എല്ലാ വഴികളിലും, മൗബിഖൻ, എല്ലാ മലമ്പാതകളിലും അവർ മാരകമായ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഒളിപ്പിച്ചു വെച്ച് കാത്തിരിക്കുകയാണ് നിങ്ങളെ കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി, നിങ്ങളെ തകർക്കാൻ വേണ്ടി. അതുകൊണ്ട് ശത്രുക്കളുടെ പിടിയിൽ പെടരുത്. ഫതഹയ്യനു, നിങ്ങൾ കാത്തിരിക്കുക. ഫുറസുൽ ഹയാത്തി സമീനത്തുൻ, ജീവിതത്തിൻ്റെ ഫുറസ്, ജീവിതത്തിലെ അവസരങ്ങൾ, സമീനത്തുൻ, വിലപിടിപ്പുള്ളതാണ്. അതായത് അമൂല്യമാണ് അവസരങ്ങൾ വരുന്നത് കാത്തിരിക്കുക. അവസരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? വതഅജ്ജലുഹ ബിൽ അസായിമി വർറുഖ, ഉയർച്ചയോടെയും അസായിം, മനക്കരുത്തുകളോടെയും ദൃഢനിശ്ചയത്തോടെയും അതിനെ പെട്ടെന്ന് തന്നെ ആ അവസരങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. അവസരങ്ങൾ കിട്ടിയാൽ ഉടനെ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം അവസരങ്ങൾ. ഔ ഫഹ്ലുഖൂഹ, ഇനി കാത്തിരിക്കണമെന്നില്ല. ഫഹ്ലുഖൂഹ, നിങ്ങളവ ഉണ്ടാക്കുക, അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. ഖാദിരീനാൻ, കഴിവുള്ളവരായിക്കൊണ്ട്. അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നില്ല എങ്കിൽ നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കണം. ഫഇന്നമാ ഫുറസുൽ ഹയാത്തി ഖലീഖത്തുൻ അൻ തുഖ്ലഖ, ജീവിതത്തിലെ അവസരങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടാൻ, ഉണ്ടാക്കപ്പെടാൻ അർഹതയുള്ളവയാണ്. മീൻസ് അവസരങ്ങൾ വന്നുകൊള്ളണമെന്ന് തന്നെ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അവസരങ്ങൾ വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വയം അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് ജീവിതത്തിൽ മുന്നേറുക. ഓക്കെ, ഇതാണ് ഹാഫിൽ ഇബ്രാഹിം എഴുതിയ കവിതയുടെ ഭാഗങ്ങൾ. ഈ കവിത അൽ കാമിൽ എന്ന ബഹറിലാണ് എഴുതിയിരിക്കുന്നത്. അറബി കവിതകൾ എഴുതുന്ന കുറേ ബഹറുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ബഹറാണ് കാമിൽ. മീൻസ് ഈ ഒരു ഈണത്തിലാണ്. അതായത് കാമിലിൻ്റെ രൂപം എങ്ങനെയായിരിക്കും? മുത്തഫായിലും മുത്തഫായിലും മുത്തഫായിലുൻ മുത്തഫായിലും മുത്തഫായിലും മുത്തഫായിലുൻ, അതേ ഈണത്തിലായിരിക്കും ഈ കവിത ചൊല്ലാൻ കഴിയുക. ഔ ഫഖ്ലുഖൂഹ ഖാദിരീന ഫഇന്നമാ ഫുറസുൽ ഹയാത്തി ഖലീഖത്തുൻ അൻ തുഖ്ലഖ, മുത്തഫായിലും മുത്തഫായിലും മുത്തഫായിലും. ഇത് പല ഈണത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയും. ഓക്കെ, അത് ചൊല്ലി നോക്കുക. അശായിറുൽ മഷഹൂർ മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം, അദ്ദേഹം വലിദ ഫി മുഹാഫദത്തി ഉസ്യൂത്ത്, ഈജിപ്തിലെ ഉസ്യൂത്ത് എന്ന ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. മുഹാഫദത്ത് മീൻസ് ഡിസ്ട്രിക്റ്റ്, ജില്ല. സനത്ത് 1870. ഹുവ ഷായിറുൻ മിസ്രീൻ, അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ കവിയാണ്. വലുഖിബ ബിശായിറുൻ നീൽ, ഷായിറുൻ നൈൽ എന്ന് അദ്ദേഹത്തിന് നൈലിൻ്റെ കവി എന്ന് പേര് നൽകപ്പെട്ടു. കാന മുവല്ലഫൻ ഫി വിസാറത്തിൽ ഹർബിയത്തി, യുദ്ധ മന്ത്രാലയത്തിൽ അദ്ദേഹം മുവല്ലഫായിരുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു. സുമ്മ ഫി വിസാറത്തി ദാഖിലിയത്തി, പിന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൽ. അതേപോലെ കാന ഹാഫിൽ വതനിയൻ കബീറൻ, അദ്ദേഹം വലിയൊരു ദേശീയവാദിയായിരുന്നു, രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു. രാജ്യത്തിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും അദ്ദേഹം കവിതകൾ രചിച്ചു. വതുഫിയ സനത്ത് 1932 മീലാദിയ. വമിൻ അഷ്ഹരി ആസാരി അൽ അദബിയത്തി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ
സാഹിത്യ രചനകളാണ്. ഏതൊക്കെ? ദീവാൻ ഹാഫിൽ എന്ന ഒരു ദീവാൻ കവിതാ സമാഹാരം, പിന്നെ അൽ ബുഅസ എന്ന പുസ്തകം, അത് തർജമതൻ വിക്ടർ ഹ്യൂഗോയുടെ ഇതാണ് തർജമതൻ ജീവചരിത്രമാണ് അൽ ബുഅസ. പിന്നെ ലയാലി സത്തീഹ് അൽ മോജസ് ഫി ഇൽമിൽ ഇഖ്തിസാദ്. ഇത്രയും പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇനി മഫ്ഹൂമുൽ മൻലൂം, ഈ കവിതയുടെ ആശയം എന്താണ്? അഷായർ ഹാഫിൽ ഇബ്രാഹിം യുഹന്യ അബ്നാ വതനിഹി, അദ്ദേഹം തൻ്റെ നാട്ടുകാരെ അഭിനന്ദിക്കുന്നു. ബി മുനാസബത്തിൽ ആമിൽ ജദീദ്, ഒരു പുതുവത്സരവുമായി, ഒരു പുതുവർഷത്തിൽ. വയുഷജ്ജിഹും, അവരെ പ്രേരിപ്പിക്കുന്നു. അല തഖദ്ദുമ ബിൽ അസീമത്തി, മനക്കരുത്തോടെ ദൃഢനിശ്ചയത്തോടെ മുന്നേറാൻ. വത്തഫാഉലി, ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാൻ. വയൻസഹും, അവരെ ഉപദേശിക്കുന്നു. ബി ഹയാത്തിൻ സഈദത്തിൻ, സന്തോഷകരമായ ജീവിതം കൊണ്ട് അവരെ ഉപദേശിക്കുന്നു. അൽ യഖലത്തി, ശ്രദ്ധയോടെ. വൽ ഹദറി, ജാഗ്രതയോടെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. വയക്കൂലു, അദ്ദേഹം പറയുന്നു. മർഹബൻ ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം. യാ അബ്നാ വത്നി, എൻ്റെ നാട്ടിലെ മക്കളെ. അത്തരീഖു ഇലൻ നജാഹി മംലൂഉൻ ബിസ്സുഊബാത്തി, വിജയത്തിലേക്കുള്ള വഴി മംലൂഉൻ ബിസ്സുഊബാത്തി, പ്രയാസങ്ങളാൽ, കാഠിന്യങ്ങളാൽ നിറഞ്ഞതാണ്. വൽ അഖബാത്തി, പ്രതിസന്ധികളാൽ നിറഞ്ഞതാണ്. ലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കരുത്. അലാമാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിക്കരുത്. ഫദ്കുറു അയ്യാമ നജാഹിക്കും അൽ മാളിയ, നിങ്ങളുടെ പൂർവ്വകാലത്തെ വിജയ നാളുകൾ നിങ്ങൾ ഓർക്കുക. ഫസ്തഇദ്ദു ലിത്തഖദ്ദുമി, പുരോഗതിയിലേക്ക് പോകാൻ വേണ്ടി, മുന്നേറാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. കം മിൻ ഉമ്മത്തിൻ ഇസ്തറദ്ദത് മജ്ദഹ, എത്ര സമൂഹങ്ങളാണ് അവരുടെ മജ്ദ്, അവരുടെ പ്രതാപം, അവരുടെ ആ മഹത്വം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. വനാലത്ത് മനാലഹ ബിൽ ഹിമ്മത്തി വൽ അസീമത്ത്, ദൃഢനിശ്ചയവും മനക്കരുത്തവും കൊണ്ട് അവരുടെ സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നത്, അവരുടെ ആ നേട്ടം അവർ നേടിയിരിക്കുന്നത്. എത്ര സമൂഹങ്ങൾ അങ്ങനെ തിരിച്ചു നേടിയിട്ടുണ്ട്. തഖദ്ദമു ബിൽ ഇൽമി, നിങ്ങൾ ഇൽമ കൊണ്ട് മുന്നേറുക. ഫൈനൽ ഇൽമ യഫ്തഹു ലക്കും ജമീഅൽ അബ്വാബ്, ഇൽമ എന്നത് നിങ്ങൾക്ക് എല്ലാ വാതിലുകളും തുറന്നു തരുന്ന കാര്യമാണ്. ലാ തനാമു ബൽ ഇസ്തൈഖലു, നിങ്ങൾ ഉറങ്ങരുത്. എന്ത് ചെയ്യുക? ഇസ്തൈഖലു, നിങ്ങൾ ഉണരുക. വഇന്നൽ അഅദാഅ യഹ്സുറൂനക്കും, ശത്രുക്കൾ നിങ്ങളെ വലയം ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഉപരോധിക്കുന്നുണ്ട്. വയസുദ്ദൂന തഖദ്ദുമക്കും, നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയെ തടയുന്നുണ്ട്. ബിക്കുല്യ ഖുവ്വത്തിൻ, എല്ലാ ശക്തിയോടെയും. പക്ഷെ നിങ്ങൾ തളരരുത്. ഖാലിഖുന്നാസ്, നിങ്ങൾ ജനങ്ങളോട് പെരുമാറുക. ബിഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തിൽ. മാഷിറുഹുന്ന ബിൽ മാറൂഫ്, അവരോട് മാറൂഫ്, നന്മയുടെ സഹവർത്തിത്വം അനുചരിക്കുക. വഹദറു കുല്ലൽ ഹദരി, എല്ലാവിധ ജാഗ്രതയും നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെയാണ് കവിതയിലുള്ളത്. അൽഇൻഷിദുൽ മൻലൂബി അൽഹാനിൻ മുഖ്തലിഫ, ഈ കവിത പല ഇനത്തിലും ചൊല്ലി നോക്കാം. അന്നശാത്ത് സാനി നഖറഉ മആനിയ സുതൂരി, താഴെയുള്ള സുതൂർ. വനഖ്താറുഹു മാ യുനാസിബുഹ മിനൽ മൻലൂം, താഴെയുള്ള വരികളുടെ അർത്ഥവുമായിട്ട് യോജിക്കുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്താം. ഇൻതിഹാസുൽ ഫുർസത്തി അമ്രുൻ മുഹിമ്മുൻ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫി ഹയാത്തിൽ ഇൻസാനി, മനുഷ്യ ജീവിതത്തിലെ. അവസാനം പറഞ്ഞൊരു വരിയാണ് അല്ലേ. അലൈന അൻ നുഹാഫിള അലൽ കലാമി, നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ലി അല്ലാ നഖാഫിൽ അഖ്താ, തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ, അതും നമ്മൾ പറഞ്ഞു. കുൻ അലാ ഹദരിൻ, നിങ്ങൾ ശ്രദ്ധയിലായിരിക്കുക, ജാഗ്രതയിലായിരിക്കുക. ഫൈന ത്വരീഖക മഹ്ഫൂഫുൻ ബിൽ അഖ്താരി വൽ അഖബാത്ത്, എൻ്റെ വഴി എന്താണ്? അപകടങ്ങളാലും പ്രതിസന്ധികളാലും നിറഞ്ഞതാണ്. അതും കവിതയിലുള്ള ഒരു വരി. ഏത് വരിയാണത്? വംശു അലാ ഹദരിൻ ഫഇന്ന ത്വരീഖക്കും വഅറുൻ അതാഫ ബിഹിൽ ഹലാക്ക് വഹല്ലക എന്ന വരിയാണല്ലേ. ഓക്കെ, ഇനി അലൈന അൻ നുഹാഫിള അൽ ഇൽമു അസാസു കുല്ലി നജാഹിൻ വസഅദത്തിന്, ഇൽമ എല്ലാ നജാഹിൻ്റെയും വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിത്തറയാണ് എന്ന് പറയുന്ന വരിയും അവിടെയുണ്ട്. നുഅദ്ദു മുദക്കിറത്തൻ ഇസ്തിഹ്സാനിയത്തൻ, ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അനിൽ മൻലൂം, ഈ കവിതയെക്കുറിച്ച്. ബിസ്തിയാനത്തിൻ നിഖാത്തി താലിയ, താഴെയുള്ള പോയിന്റുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് കവിതയെക്കുറിച്ച് എഴുതിയാൽ മതി. തഹനിയത്തുൻ ബി മുനാസബത്തിൽ ആമിൽ ജദീദ്, ഇതൊക്കെയാണ് ഹിൻസ് അല്ലേ. എന്താണ്? പുതുവർഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമോദനമാണിത്. അനുമോദനം. തശ്ജീഉ അല തഖദ്ദുമി, മുന്നോട്ട് പോകാൻ, പുരോഗതിയിലേക്ക് പോകാനുള്ള പ്രേരണ. അൽ ഹദർ വൽ യഖ്ലത്ത് ഫി കുല്ലി ഔഖാത്തിൻ, എല്ലാ സമയത്തും ജാഗരൂകരായിരിക്കാൻ വേണ്ടിയുള്ള കാര്യം. ലാ നഹ്സനു അലൽ അയ്യാമിൽ മാളിയ, കഴിഞ്ഞു പോയ ദിവസങ്ങളെ ഓർത്തുകൊണ്ട് ദുഃഖിക്കരുത്. അൽ ഇൽമു അസാസു കുല്ലി നജാഹിൻ വസഅദത്തിൻ, അറിവാണ് എല്ലാ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിത്തറ. ഫുറസുൽ ഹയാത്തി സമീനത്തു, ജീവിതത്തിലെ അവസരങ്ങൾ വിലപിടിപ്പുള്ളതാണ്. നുഖാലിഖുന്നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നമ്മൾ സൽ സ്വഭാവത്തിൽ പെരുമാറും.
നസിനു കലാമന ഖബല ഇൽഖാഇഹി, നമ്മുടെ സംസാരത്തെ നമ്മൾ ആ സംസാരം പറയുന്നതിന് മുമ്പ്, സംസാരിക്കുന്നതിന് മുമ്പ് തൂക്കി നോക്കണം, ശ്രദ്ധിക്കണം അല്ലേ. ഇതൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഈ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ തന്നെ അങ്ങ് എഴുതിയാൽ മതിയാവും, ചെറിയൊരു രൂപമൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട്. ഇനി നുഅദ് ഫിഖറത്തൻ അൻ അഹമിയത്തുൽ ഇൽമി, ഇൽമിനെ കുറിച്ച്, ഇൽമിൻ്റെ അഹമ്മിയത്തിനെ കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഫിഖറത്ത്, ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. അല അസാസി സത്തുറൈൻ ലാത്തിയനി, താഴെയുള്ള 2 വരികളുടെ അടിസ്ഥാനത്തിൽ. എന്താണ് വരി? ഫതഅല്ലമു ഫൽ ഇൽമു മിഫ്താഹുൽ ഉലാ ലം യുബ്ഖി ബാബൻ ലിസ്സആദതി മുഗ്ലഖ, ഇൽമ് നേടുക, ഇൽമ് ഒരു വാതിലും, സആദത്തിന്റെ ഒരു വാതിലും അടക്കുകയില്ല. സുമസ്തമിദ്ദു മിൻഹു കുല്ല ഖുവാകും ഇന്നൽ ഖവിയ ബികുല്ലി അർളിൻ മുത്തഖ, പിന്നെ ഇൽമു കൊണ്ട് നിങ്ങൾ ശക്തരാവുക, ശക്തർ എല്ലാ ഭൂമിയിലും എല്ലായിടത്തും ആദരിക്കപ്പെടുന്നവരാണ്. അത് വെച്ച് ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാം. ഇന്നൽ ഇൽമ ഹുവൽ മിഫ്താഹു ദഹബിയു, ഇൽമു സുവർണ താക്കോലാണ്, ലികുല്ലി തഖദ്ദുമിൻ, എല്ലാവിധ പുരോഗതിക്കും, വർത്തിഫായിൻ, എല്ലാവിധ ഉയർച്ചയ്ക്കും, ഫി ഹാദിഹിൽ ഹയാത്തി, ഈ ജീവിതത്തിൽ, ഫബിത്തഅല്ലുമി വതലബിൽ മഅരിഫത്തി, വിദ്യാഭ്യാസം കൊണ്ട്, അതേപോലെ തലബിൽ മഅരിഫത്തി, വിജ്ഞാനം തേടൽ കൊണ്ട്, നസ്തതിഉ അൻ നഫ്തഹ, നമുക്ക് തുറക്കാൻ കഴിയും, കുല്ലൽ അബ്വാബില്ലത്തി തഖൂദു ഇല സആദത്തി വൽ ഐശിൽ കരീമി, നല്ല ജീവിതത്തിലേക്കും സആദത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും നയിക്കുന്ന, തഖൂദ് മീൻസ് നയിക്കുന്ന എല്ലാ വാതിലുകളും തുറക്കാൻ നമുക്ക് ഇൽമു കൊണ്ട് കഴിയും. ഫലാ യബ്ഖ അമാമന അയ്യു അഖബത്തിൻ മുഗലഖത്തിൻ, നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയും അടഞ്ഞതായിട്ട് നമ്മുടെ മുമ്പിൽ വഴി അടഞ്ഞതായിട്ടുണ്ടാവുകയില്ല നമുക്ക് ഇൽമുണ്ട് എങ്കിൽ. കമാ അന്നൽ ഇൽമ യുഅ്തിന അൽ ഖുവ്വത്തൽ ഹഖീഖിയത, അതേപോലെ ഇൽമു നമുക്ക് യഥാർത്ഥമായ ശക്തി നൽകുന്നു. ലൈസ ഫഖത്ത് ഖുവ്വത്തൽ ജിസ്മി ബൽ ഖുവ്വത്തൽ അഖ്ലി വൽ മഅരിഫത്തി, ശാരീരിക ശക്തി മാത്രമല്ല, ശാരീരിക ശക്തി ലഭിക്കുമോ ഇൽമു, ഓക്കെ, ശാരീരിക ശക്തി അല്ല, പിന്നെ എന്താണ്, ഖുവ്വത്തുൽ അഖ്ലി, ബുദ്ധിയുടെ, അറിവിൻ്റെ ശക്തി. വഹാദിഹിൽ ഖുവ്വത്തുൽ ഇൽമിയത്തു തജഅലുൽ ഇൻസാന മുഹ്തറമൻ, ഈ ശക്തി മനുഷ്യനെ, ഈ വൈജ്ഞാനികമായ ഈ ഒരു ശക്തി മനുഷ്യനെ തജ്അലു മുഹ്തറമൻ, ആദരിക്കപ്പെടുന്നവനാക്കുന്നു, വ മുഹാബൻ, പേടിയുള്ളവനാക്കുന്നു, ഫി കുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തും, വബൈന കുല്ലി നാസ്, എല്ലാ ജനങ്ങൾക്കുമിടയിൽ. ലിദാലിക്, അതുകൊണ്ട് ഫൽ ഇൽമു ഹുവ അസാസുൽ ഖുവ്വത്തി വൻ നജാഹി ഫി ദുനിയ വൽ ആഖിറ, ഇൽമാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും ശക്തിയുടെ രഹസ്യം. ഓക്കെ, അങ്ങനെ ഒരു പാരഗ്രാഫ് തയ്യാറാക്കാം. കുറച്ച് കാലിഗ്രഫി മോഡൽസ് ഇവിടെ കൊടുത്തിരുന്നു. ഇതോടെ 2ാമത്തെ പാഠം കഴിഞ്ഞു.